അല്ലേ? എന്താ പ്രസിഡന്റിന്റെ കാര്യത്തിൽ എന്തെങ്കിലും കൂടുതലായിട്ടുള്ള നിങ്ങളെ ആ കാര്യങ്ങൾ അറിയിക്കും. തക്ക സമയത്ത് തീരുമാനം വന്നാൽ എന്നെയും അറിയിക്കും, നിങ്ങളെ അറിയിക്കും. ഞാൻ ഇന്നലെ കാസർഗോഡ് നിന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പരാതി വന്നാൽ അന്വേഷിക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പരാതി വരട്ടെ, നമുക്ക് അതിന്റെ പരാതിയുടെ സ്വഭാവം നോക്കി ആവശ്യമായ അന്വേഷണം അത് അവര് പരിശോധിക്കേണ്ട വിഷയമാണ്. പാർട്ടിക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ഞാൻ പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. UDF കമ്മിറ്റിയിലാണ് അത് പറഞ്ഞിട്ടുള്ളത് എന്ന് എനിക്ക് ഇതുവരെ നേരിട്ടാരും പരാതി തന്നിട്ടില്ല. മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കി പരാതി ഉണ്ടെങ്കിൽ അന്വേഷിക്കുമെന്ന് ഞാൻ ഇന്നലെ കാസർഗോഡ് നിന്ന് മാധ്യമ സുഹൃത്തുക്കളോട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് KPCCയോ UDF അന്വേഷിക്കുന്നതിന് ഉപരിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഈ വിഷയത്തിൽ ഇടപെടണമെന്നല്ലേ ഗൗരവതരമായ ഒരു വെളിപ്പെടുത്തൽ അവർക്കറിയാമല്ലോ. ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടത് അല്ല, അതിനകത്ത് KPCCക്ക് ഒരു നിലപാടില്ല എന്നുള്ളതാണ്. അത് ഞങ്ങളുടെ അടുത്ത് പരാതി പറയട്ടെ, അപ്പൊ പഠിക്കാം. അത് രാഷ്ട്രീയ വിഷയം എന്നുള്ള രീതിയിൽ പഠിച്ചിട്ട് പറയാം. ഞങ്ങളുടെ അടുത്ത് പരാതി വന്നിട്ടില്ല. അതിനകത്ത് എന്താണ് സാറേ ഇതിനകത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷിക്കണമെന്ന് പറയാൻ ഒരു മടി എന്നുള്ളതാണ് ചോദ്യം? ഇല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ, അവരുടെ മുമ്പിൽ വരുമ്പോൾ അവർ ഉചിതമായ തീരുമാനം എടുക്കട്ടെന്നാണ് പറഞ്ഞത്. മറ്റൊരു കാര്യം, ഇന്ന് ഈ പിണറായി വിജയന്റെ എക്സാലോജിക് കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയനുമായി ബന്ധപ്പെട്ട സൗഹൃദം അതൊക്കെയാണ് ഈ കരാർ നൽകുന്നതിലേക്ക് നയിച്ചത് എന്ന് അതിൻ്റെ സിനിമയുടെ കർത്ത ഇന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അല്ല, വെളിപ്പെടുത്തതല്ല, ഒരു മൊഴിയായി പറഞ്ഞിട്ടുണ്ട്. ആ മൊഴി ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അതിലാർക്കാ സംശയമുണ്ടെന്ന് അത് കർത്ത പറയണോ? കർത്ത പറയാതെ എല്ലാവർക്കും അറിയാൻ മേലെ ആ കരാറിൻ്റെ കാരണം എന്തെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മുഖ്യമന്ത്രി ആയിട്ടുള്ള പിണറായി വിജയനുമായിട്ടുള്ള വലിയ അടുപ്പമാണ് ആ കരാറിൻ്റെ അടിസ്ഥാനം. അതൊരു വൺ വേ ട്രാഫിക്കാണ്, പ്രവൃത്തിയൊന്നും ചെയ്തിട്ടില്ല എന്ന് അതിൻ്റെ അന്വേഷണ ഏജൻസികൾ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് തന്നെ എങ്ങനൊരു വാദമില്ല. വേറെ ആർക്കും എന്തെങ്കിലും സേവനം ചെയ്തിട്ടുണ്ടോ? ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അന്വേഷണം പിണറായിലേക്കും വരണം. അന്വേഷണ ഏജൻസികൾ ഉചിതമായ തീരുമാനം എടുക്കും. അവർ മൊഴികളുടെയും തെളിവിൻ്റെയും രേഖകളുടെയും അടിസ്ഥാനത്തിൽ അന്വേഷണം നടക്കട്ടെ, അന്വേഷണം പുരോഗമിക്കട്ടെ. അന്വേഷണം ഇപ്പോൾ വീണ വിജയനെതിരെ മാത്രമാണല്ലോ നടക്കുന്നത്. മുറയ്ക്ക് പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പുതിയ വിവരങ്ങൾ കൂടി, അതായത് ഈ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഉൾപ്പെടെ ഈ സ്വർണ്ണ കൊള്ള നടന്നു. അത് നേരത്തെ തന്നെ ഞങ്ങൾ ആ സംശയം പറഞ്ഞിരുന്നു. ഇതില് നിലവിലുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തണം, ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അവരെ ചോദ്യം ചെയ്തു. അന്നത്തെ ഗവൺമെൻറ് അവർക്ക് രാഷ്ട്രീയമായ സുരക്ഷിതത്വം സംരക്ഷണം ഒരുക്കുകയായിരുന്നു. അതുകൊണ്ട് ആ അന്നത്തെ കാലഘട്ടത്തിലെ ആളുകളെ അറസ്റ്റ് ചെയ്തതിന് സാധിച്ചില്ല. ഇന്ന് സ്വതന്ത്രവും നീതിപൂർവ്വ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് അവർ കൂടി പ്രതിയേർക്കപ്പെട്ടു. കൂടുതൽ അന്വേഷണം നടക്കണം. എല്ലാ കുറ്റവാളികളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. വഖഫ് ബോർഡ് പുനഃസംഘടന വിഷയത്തിൽ ഇപ്പോഴും പല കോണുകളിൽ നിന്നും എതിർപ്പ് വരുന്നുണ്ട്. ഈ മുസ്ലിം അംഗങ്ങൾ ഇല്ല, വളരെ വ്യക്തമായിട്ട് മുഖ്യമന്ത്രിയും അതിൻ്റെ വകുപ്പ് മന്ത്രിയും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. LDF നൽകിയ ഉറപ്പാണ്. അവർ 2 പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തി പുനഃസംഘടിപ്പിക്കുമെന്ന് അവർ പറഞ്ഞു. അതിൽ നിന്ന് കേരള സർക്കാരിൻ്റെ അന്നത്തെ നിലപാട് UDFനെ സംബന്ധിച്ച് ആ നിലപാടിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. അതിൻ്റെ നിയമപരമായ കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ വകുപ്പ് മന്ത്രി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. LDFന്റെ ആക്ഷേപങ്ങൾക്ക് യാതൊരു അടിസ്ഥാനമില്ല. ഈ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് KPCC പ്രഖ്യാപിച്ച വീടുകളുടെ പണി ഇതുവരെയും ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിന് ശേഷം അതൊക്കെ ആരംഭിക്കുന്നതാണ് നേരത്തെ പറഞ്ഞില്ല. പണി ആരംഭിച്ചതായി മനസ്സിലാക്കുന്നു. അതിൻ്റെ കരാറ് കാര്യങ്ങളെല്ലാം ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പണി ആരംഭിക്കും. അത് വയനാട് DCC സിദ്ദിഖ് MLA അത് നന്നായിട്ട് തന്നെ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു. KPCC പ്രസിഡന്റിന്റെ കാര്യത്തിൽ എന്തെങ്കിലും അത് ഹൈക്കമാൻഡാണ് തീരുമാനിക്കുന്നത്, ഞാനല്ലോ. അല്ല, അതില് ഡൽഹിയിൽ ഇപ്പോൾ ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നു. ഡൽഹിയിൽ ഇപ്പോൾ സമരങ്ങളല്ലേ, ശക്തമായ സമരങ്ങളാണ് നടക്കുന്നത്. ആ സമരങ്ങളുടെ രംഗവേദിയിലാണ് എല്ലാ നേതാക്കന്മാരും. ഇപ്പോൾ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഇന്നാണ് വന്നിട്ടുള്ളത് വയനാട്ടിലേക്ക് തന്നെ. KC വേണുഗോപാലും അവിടെയാണ്. അതുപോലെ കോൺഗ്രസ് അധ്യക്ഷനും അവിടെയാണ്. അവരെല്ലാം സമയത്ത് ആലോചിച്ച് ഉചിതമായ തീരുമാനം അറിയിക്കും. എന്തോ ഡബിൾ ഓട്ടം ഓടുന്നുണ്ട് വക്കീൽ? ഞാൻ കുറേശ്ശേക്ക് ഓടുന്നുണ്ട്.
കുറേശ്ശെ ഓടുന്നതിലുള്ള വൈദ്യുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ നമ്മുടെ പ്രതിസന്ധി വൈദ്യുതിയുള്ള സ്ഥിതിയിലേക്ക് വൈദ്യുതി സംബന്ധിച്ച് ഇന്നലെ ഗോവിന്ദ മാസ്റ്റർ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു. അവര് പ്രതിഷേധിക്കുന്നു. ആരാ യഥാർത്ഥത്തിൽ പ്രതിഷേധിക്കേണ്ടത്? വൈദ്യുതിയുടെ പ്രതിസന്ധിയുടെ കാരണം ഉണ്ടാക്കിയത് അവരാണ്. രണ്ട് കാരണങ്ങളുണ്ട്, കൃത്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ആര്യാടൻ മുഹമ്മദിന്റെ കാലത്തുണ്ടാക്കിയ ദീർഘകാല കരാർ അത് റദ്ദാക്കുകയാണ് LDF കാലത്ത് ചെയ്തത്. അത് റദ്ദാക്കിയാണ് ചെയ്തത്. അതിന്റെ ഉത്തരവാദികൾ അവരാണ്. 4 രൂപ 29 പൈസക്ക് കിട്ടുമായിരുന്ന വൈദ്യുതി ഇന്ന് കൂടുതൽ വില കൊടുത്താലും കിട്ടാത്ത സാഹചര്യമുണ്ടായിരിക്കുന്നു. ഇന്നത്തെ ഒരു കാര്യം, CPM ഉൾപ്പെടെ സമരത്തിന് ആഹ്വാനം ചെയ്യുന്ന ഒരു ഉത്തരം പറയണം. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വൈദ്യുതിക്ക് പ്രയാസം നേരിട്ടപ്പോൾ അവര് പൈസ കൊടുത്ത് വാങ്ങുകയല്ല ചെയ്തു, അവര് കടം വാങ്ങുക ചെയ്തു. 530 മെഗാവാട്ടാണെന്ന് കേരളത്തിന് കടം വാങ്ങിയത്. 530 മെഗാവാട്ടും ജൂൺ 15 ശേഷം സെപ്റ്റംബർ 15 വരെ ഇപ്പോഴത്തെ കേരള സർക്കാരും വൈദ്യുതി ബോർഡും തിരികെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 530 മെഗാവാട്ട് ഉണ്ടെങ്കിൽ തീരുന്ന വിഷയമുള്ളൂ. 465 മെഗാവാട്ട് ഹരിയാണന്റെ കരാർ പ്രകാരം കിട്ടുമായിരുന്നെങ്കിൽ തീരുന്ന വിഷയം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു കാര്യം, മണിയാർ പദ്ധതി കാർബോറാണ്ടത്തിൽ നിന്ന് 2024 തിരികെ പിടിക്കേണ്ടതാണ്. 26 2 വർഷം കഴിഞ്ഞിട്ടും അത് തിരികെ വാങ്ങാൻ കേരള സർക്കാർ തയ്യാറെടുത്തില്ല എന്ന് മാത്രമല്ല, ആ കമ്പനിക്ക് ഒത്താശ ചെയ്ത് കൂട്ടുനിൽക്കുകയായിരുന്നു. 2 വർഷക്കാലം അതിന്റെ വൈദ്യുതി കേരളത്തിന് കിട്ടിയിട്ടില്ല, ഇപ്പോഴും കിട്ടേണ്ടതാണ്. കണ്ണൂർ ജില്ലയിൽ ലളിതമായൊരു കാര്യം, ബാരാപ്പോള് കഴിഞ്ഞ 1 വർഷത്തിനപ്പുറമായി അത് കേടായിട്ട് അതിന്റെ കനാലിൽ ചോർച്ചയുണ്ടായത് അന്നത്തെ മന്ത്രി ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെ പോയി കണ്ടതാണ്. മന്ത്രിയോടത് പരിഹരിച്ച് വൈദ്യുതി ഉത്പാദനം നടത്താൻ വേണ്ടി പ്രത്യേകമായിട്ട് ആവശ്യപ്പെട്ടു. അദ്ദേഹം ചെയ്യുമെന്ന് പറഞ്ഞു. 1 വർഷമായിട്ട് അന്നത്തെ ഗവൺമെന്റ് അനങ്ങിയില്ല. ഇപ്പൊ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇതൊക്കെയാണ് കാരണങ്ങൾ. ആ കാരണങ്ങളുടെ ഉത്തരവാദി മുൻ ഗവൺമെന്റാണ്. വൈദ്യുതി എന്ന് പറയുന്നിടത്ത് 1-2 ദിവസം കൊണ്ടോ മാസം കൊണ്ടോ ഒരു പുതിയ ഗവൺമെന്റിന് ഒന്നും പ്രത്യേകിച്ച് മാറ്റം വരുത്താൻ പറ്റില്ല. എന്നാൽ പ്രതിസന്ധി മറികടക്കാനുള്ള എല്ലാ പരിശ്രമങ്ങളും വളരെ ആത്മാർത്ഥമായിട്ടും സത്വരമായിട്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ മിനിഞ്ഞാന്നുമായിട്ട് കേരളത്തിന്റെ വൈദ്യുതി ബോർഡ് ചെയർമാൻ ഡൽഹിയിലെത്തി നാഷണൽ പവർ സെക്രട്ടറിയുമായിട്ടും സംസാരം നടത്തി കേരളത്തിന്റെ ആവശ്യങ്ങൾ ശക്തമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. അവരതിന് പരിഹാരം ഉണ്ടാക്കി തരാമെന്ന് പറയുന്നുണ്ട്. നമ്മളുടേതായ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മൾ സോളാർ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അത് രാത്രിയിലേക്ക് കൂടി സ്റ്റോർ ചെയ്ത് ബാറ്ററി സ്റ്റോറേജ് സംവിധാനം അത് വേഗത്തിൽ നടപ്പിലാക്കാനുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പൊ പ്രതിസന്ധിയില്ല. ഇന്നലെയും അങ്ങനെ പവർ കട്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയന്ത്രണം പോലും ഉണ്ടായിരുന്നില്ല. പല സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഫുട്ബോള് കാണുന്ന ദിവസവും ഫൈനലിലും വൈദ്യുതി എല്ലാവർക്കും നൽകാൻ സാധിച്ചു. അതിനുള്ള ചെറിയ പ്രയാസങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കും. രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ആര് ശ്രമിച്ചാലും, പ്രത്യേകിച്ച് LDF മാർക്സിസ്റ്റ് പാർട്ടിയെ ശ്രമിച്ചാൽ അത് അവർക്കെതിരെ തന്നെ തിരിഞ്ഞുകുത്തും എന്നുകൂടി അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അത് ഇത്തരം കാര്യങ്ങളെല്ലാം ആക്ഷേപം ഉന്നയിക്കുമ്പോൾ പഠിച്ചിട്ട് വേണം. രാഷ്ട്രീയ നേതാക്കന്മാരെ അനാവശ്യമായിട്ട് ആക്ഷേപിക്കുന്ന നടപടികളിൽ വളരെയേറെ പ്രയാസമുണ്ട്. ഭീമ ടീച്ചറുടെ പ്രതിഷേധത്തിലും വേദനയിലും ഞാനും പങ്കുചേരുകയാണ്.